ക്ലയൻസിനെ കിട്ടുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ക്ലയൻസിന് കിട്ടുന്നില്ല. നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് സെയിൽസും കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരുപാട് ക്ലയൻസുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ആ പേജിൽ ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ കമ്പനിയിൽ മാത്രം ഒരു സെയിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സെയിൽ ഉണ്ടാകുന്നില്ല, കൺവേർഷൻസ് നടക്കുന്നില്ല, ലീഡ്സ് കിട്ടുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ കമ്പനിയിലേക്ക് ഒരു ട്രാഫിക് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. ഒരു സിറ്റുവേഷൻ പറയാം. നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഇൻസ്റ്റാഗ്രാം ആവാം, ഫേസ്ബുക്ക് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവാം. ഇവിടെ നമുക്ക് ഫോളോവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് പ്രത്യേകിച്ച് ഒരു റീച്ച് ഇല്ല. ഇതൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി റീച്ച് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്, പക്ഷേ നമുക്ക് സെയിലില്ല. ഈ രണ്ട് കാറ്റഗറി നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് നമ്മുടെ ബ്രാൻഡിൻ്റെതായിട്ടുള്ള ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ കാര്യമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഫോളോവേഴ്സിനെ കൂട്ടുന്നത് അല്ലെങ്കിൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ വെച്ചിട്ട് നമ്മുടെ കമ്പനിയും നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേള വെച്ചിട്ട് പുഷ് ചെയ്യാം. ഈ പുഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏത് സമയത്താണ് ആളുകൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ആ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആകുന്ന സമയം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കണ്ടന്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പുഷ് ചെയ്യുന്നതിലൂടെ അത് പോസ്റ്റുകൾ മാത്രം, മീൻസ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈൻസ് മാത്രമല്ലാതെ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടൻറ്റ്സ്, അതായത് റീൽ കണ്ടൻറ്റ്സ് നമ്മൾ പുഷ് ചെയ്യുമ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. എന്തെങ്കിലും തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ നമ്മൾ ചെയ്യാം. ദെൻ സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത്, മീൻസ് ആ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റീച്ച് ഉണ്ട് നമ്മുടെ പേജിൽ, പക്ഷേ കൺവേർഷൻസ് ഇല്ല അല്ലെങ്കിൽ സെയിൽ ഇല്ല, നമ്മുടെ സർവീസസ് ആളുകൾ വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ. ഇവിടെ കാരണം ഒന്ന്, മേ ബി നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ ആ ബ്രാൻഡുമായിട്ട് യാതൊരു റെലവൻസും ഇല്ലാത്ത കണ്ടന്റുകളാവാം, ജസ്റ്റ് എൻ്റർടൈനിങ് കണ്ടന്റുകൾ മാത്രമാവാം. അപ്പം അത് കാണുന്ന സമയത്ത് ആളുകൾ വാച്ച് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ അത് നമ്മുടെ സർവീസ്, മീൻസ് നമ്മുടെ സർവീസ് സെയിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺവേർഷൻ നടക്കുന്നതിന്, അല്ലെങ്കിൽ ആളുകളെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിലേക്കും സർവീസിലേക്കും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എലിമെൻറ്റ്സ് അതിലുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ്. സോ ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ, മീൻസ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓർഗാനിക് റീച്ച് കൂട്ടുന്നതിനുള്ള, അല്ലെങ്കിൽ ഓർഗാനിക്കലി നമ്മുടെ കൺവേർഷനും സെയിലൊക്കെ കൂട്ടുന്നതിനുള്ള ആ ഒരു മെത്തേഡാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അണ്ടറിൽ വരുന്ന, സെയിം കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ഈ ഓർഗാനിക് മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ടന്റിന് വരുന്ന റീപ്ലേസ്, നമുക്ക് വരുന്ന മെസ്സേജസ്, അതുപോലെ തന്നെ കമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന എൻഗേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്, അതായത് ഹ്യൂമൻ ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നമ്മുടെ പേജിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക കാറ്റഗറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് നമ്മൾ പെയ്ഡ് ആഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോർമലി നമ്മുടെ പേജുകളിൽ ചെയ്യാറുണ്ട്. അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ പേജിൽ ഇത്രയും കമൻറ്റ്സ് അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന് പ്രോപ്പർ ടൈമിൽ റിപ്ലൈ കൊടുക്കുക, ഏറ്റവും ഏർലിയസ്റ്റ് ടൈമിൽ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് ആ മെസ്സേജ് അയക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ക്ലയൻസിന്, അല്ലെങ്കിൽ മേ ബി നമുക്ക് ലീഡ് തരേണ്ട അല്ലെങ്കിൽ നമുക്കൊരു കൺവേർഷൻ തരേണ്ട ഒരാളായിരിക്കാം, നമ്മുടെ ഒരു ഹാപ്പി കസ്റ്റമർ ആയിരിക്കാം മേ ബി അയാൾ. പക്ഷേ നമ്മുടെ എന്തോ അപാകത കൊണ്ട് നമുക്ക് പ്രോപ്പർ ടൈമിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കോമൻറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആളുകൾ നമ്മളോടൊരു, അല്ലെങ്കിൽ നമ്മളിൽ ഒരു പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു ഹോപ്പ് കിട്ടാതെ അവരെന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിപ്ലൈ കിട്ടാതെ അവർ വേറൊരാളടുത്തേക്ക് പോകുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓട്ടോമേറ്റഡ് റീപ്ലൈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ മുമ്പ് പല വീഡിയോസിന് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെനി ചാറ്റ്സ്, ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മെനി ചാറ്റ് എന്ന് പറയുന്നത്. സോ ഈ മെനി ചാറ്റ് ഇത്തരത്തിലുള്ള ടൂൾസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്യാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തിനാണത് എന്നുള്ളത് അറിയാത്ത, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പോലും അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത്, ഇപ്പോൾ ഓട്ടോമാറ്റിക് റീപ്ലേസ് നമുക്ക് കൊടുക്കാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടച്ച് ആളുകളുമായിട്ട് കീപ്പ് ചെയ്യുക, നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്ന, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടൈം ടു ടൈം റീപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ടൈം ടു ടൈം റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനിപ്പം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, ഒരു പ്ലാറ്റ്ഫോമിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ. അതായത് പല ടെക്നിക്സ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ ഓരോ സിസ്റ്റത്തിലുമുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഓട്ടോമാറ്റിക് റീപ്ലൈസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് അവരെ കൊണ്ട്, ഇപ്പം ഒരു കസ്റ്റമർ നമ്മുടെ പേജിൽ വിസിറ്റ് ചെയ്യുകയാണ്, അപ്പോൾ അയാൾ നമുക്ക് മെസ്സേജ് അയക്കാണ്. ആ അയക്കുന്ന സമയത്ത് ആ മെസ്സേജ് ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം നമ്മളോട്, അവർ ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മുടെ ചാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. അതിന് ഓട്ടോമാറ്റിക് റീപ്ലൈ കൊടുക്കുന്ന സിസ്റ്റംസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ബിസിനസ്സിലൊക്കെ അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള മെത്തേഡ്സും അതുപോലെ തന്നെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ലീഡ്സ് കിട്ടുന്നതിന്, വരുന്ന ആളുകൾ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളെ ലീഡായിട്ടും അത് പിന്നെ കൺവേർഷനായിട്ടും സെയിലായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് മെനി ചാറ്റ് പോലെ ഒരുപാട് വേറെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതെല്ലാം ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഓർഗാനിക് ഗ്രോത്ത് കൊണ്ടുവരുന്നതിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക്കലി നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ബ്രാൻഡിന് ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ക്യാമ്പയിൻസ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ അതിൽ തന്നെ. നമ്മുടെ കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയ്ഡ് ആഡ്സ്, അതുപോലെ തന്നെ മെറ്റ ആഡ്സ്, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ബ്രാൻഡ് അവെയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ആഡ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലീഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, നല്ല ലീഡ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പയിൻസ് ചെയ്യുക എന്നുള്ളതാണ്. മെസ്സേജ് ആഡ്സ് അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ ആഡ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബ്രാൻഡ് അവെയർനെസ് ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കണ്ടന്റ് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെക്കാളും കുറച്ചും കൂടി കൺവേർഷൻ കൂടുതൽ നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ലീഡ്സ് കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് കൺവേർഷൻ റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ കൺവേർഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസസ് ഇവിടെ ഹൈ ആണ്. മറ്റത് നമ്മുടെ ബ്രാൻഡ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ ആളുകൾ നമ്മുടെ കമ്പനിയുടെ പേജ്, സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുന്നു, അതിൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഡയറക്റ്റ്ലി നമ്മളൊരു പെർട്ടിക്കുലർ സർവീസ് ആവശ്യമുള്ള ആളുകളിലേക്ക് ഡയറക്റ്റ്ലി എത്തുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ലീഡ് ആഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. സോ നമുക്ക് അവിടെ കൺവേർഷൻ ഒന്നും കൂടി ഉറപ്പുവരുത്താൻ പറ്റും എന്നുള്ളതാണ്. മറ്റത് നമ്മുടെ പേജ് വിസിറ്റ് ചെയ്തു താല്പര്യമുള്ള ആളുകൾ ഏതെങ്കിലും ഫ്യൂച്ചറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്, ഇന്ന സർവീസ് വേണം എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കാണോ ആവശ്യമുള്ളത് അയാളെ ഡയറക്റ്റ്ലി നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു താല്പര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് കൂടുതൽ കൺവേർഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതിപ്പോൾ മെസ്സേജ് ആഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് ആളുകളുടെ കോൺടാക്റ്റ് കോൺടാക്റ്റ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൺവേർഷൻസ് ഉണ്ടാക്കിയെടുക്കാനും സെയിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സെയിൽസ് റേറ്റ് എത്രത്തോളം ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റുക. മറ്റത് നമ്മുടെ ബ്രാൻഡ് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം നമുക്ക് ഡയറക്റ്റ്ലി കൺവേർഷനും അതുപോലെ തന്നെ ലീഡുകൾ കിട്ടുകയാണ് എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് മാറിയിട്ട് വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഓർഗാനിക് അതുപോലെ തന്നെ ക്യാമ്പയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞത്. ഇനി വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്തും 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് SEO ചെയ്തതിന് ശേഷം SEO ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂട്ടുക എന്നുള്ളത്, മീൻസ് ഹൈ റാങ്കിങ്ങിലേക്ക് നമ്മുടെ വെബ്സൈറ്റിന് കൊണ്ടുവരിക എന്നുള്ളത്. മറ്റൊരു ഓപ്ഷൻ ഇതുപോലെ തന്നെ പെയ്ഡ് ആഡ്സ് ചെയ്യുക, സ്പോൺസേർഡ് ആയിട്ടുള്ള ആഡ്സ് ചെയ്തിട്ട് വെബ്സൈറ്റുകളുടെ റാങ്കിങ് കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ റാങ്കിങ്ങിൽ വരുന്ന സമയത്ത് നോർമലി ആളുകൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സർവീസോ പ്രോഡക്റ്റോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ റാങ്കിങ്ങിൽ വരുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളുകൾ എത്തുകയും അതിൽ നിന്ന് ഈ കാര്യങ്ങൾ അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് കൺവേർഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അതായത് വലിയ വലിയ കമ്പനികളിലേക്ക് നമ്മൾ പ്രപ്പോസൽസ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻവിറ്റേഷനൊക്കെ അയച്ചുകൊണ്ട് മെയിൽ വഴി നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് കോൾഡ് കോൾസ്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ഈ കോൾഡ് കോൾസ് എന്ന് പറയുന്ന കാര്യം ബാൻഡാണ്. എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെയും ഡാറ്റാസ് പല രീതിയിലും നമുക്ക് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻകേസ് നമ്മൾ ഈ ഒരു കോൾ ചെയ്ത് അവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മേ ബി അവരുടെ പേഴ്സണൽ സിറ്റുവേഷനിലായിരിക്കാം, അവർ സംസാരിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിരിക്കാം. പക്ഷേ ആ സമയത്തും നമ്മൾ വിളിച്ച് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് പറയാൻ പറ്റും ഈ കോൾഡ് കോൾസ് എന്ന് പറയുന്നത്. പല ആളുകളും അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല, പല ആളുകളും അതിനെ വെൽക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ക്ലയൻസൊക്കെ അതിനെ വെൽക്കം ചെയ്യുന്നില്ല. സോ അത്തരത്തിലുള്ള കോളുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. സോ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള മറ്റേ 5 മെത്തേഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ, സെയിൽസ് ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്.